അഡ്വക്കേറ്റ് അനിൽ ബോസ് ടെലിഫോൺ ലൈനിലുണ്ട്. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഈ ഘട്ടത്തിൽ ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനും കോൺഗ്രസിനും ഒരുപോലെ ആശ്വാസകരമാവുകയാണോ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമാവുകയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കോൺഗ്രസിന് ആശ്വാസം ഉണ്ടാകേണ്ട കാര്യമൊന്നും ഈ കാര്യത്തിലില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് നടപടിയാണ് കോൺഗ്രസിന്റെ മുന്നിലെത്തിയപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചത്? KPCC പ്രസിഡന്റിന് പേരില്ലാതെ കിട്ടിയ ഒരു പരാതി കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ DGPക്ക് കൈമാറിയ ഞങ്ങൾ എന്തിനാ ഇതിൽ ആശ്വസിക്കുന്നത്? സുതാര്യമായ അന്വേഷണം നടക്കട്ടെ. അതിന് പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. പോലീസ് അറസ്റ്റ് ചെയ്ത് കുറ്റക്കാരനായിട്ടുള്ള ആളെ കസ്റ്റഡിയിലെടുത്ത് നിയമപരമായുള്ള നടപടികൾ, ആ ചട്ടങ്ങൾ അതൊക്കെ പാലിച്ച് മുന്നോട്ട് പോട്ടെ. ഞങ്ങൾക്കിവിടെ ആശ്വാസവും സന്തോഷവും അഭിമാനവും ആഹ്ലാദവും ഒന്നുമില്ല ഒരു കാര്യത്തിലും. കോൺഗ്രസ് പാർട്ടിക്ക് വേദനയാണുള്ളത്. കോൺഗ്രസ്സുകാരും കോൺഗ്രസ് പാർട്ടി നേതാക്കളും ഒരുപാട് സ്നേഹിച്ച, ഒരുപാട് അവസരങ്ങൾ കൊടുത്ത ഒരു ചെറുപ്പക്കാരന്റെ ദയനീയമായ പതനം ഞങ്ങളെ സംബന്ധിച്ച് സങ്കടകരമാണ്. അതാണ് യാഥാർത്ഥ്യം. വളരെ സങ്കടകരമാണ്. കാരണം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയത്. അതേ പ്രതീക്ഷയോടെ കൂടിയാണ് MLA ആക്കിയത്. അപ്പൊ അങ്ങനെ ഒരാൾ മൂലം പാർട്ടി ഇന്ന് കേരളത്തിൽ സമൂഹ മധ്യത്തിൽ വിമർശനത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ? കോൺഗ്രസ് പാർട്ടിയിലെ ലക്ഷോപലക്ഷം വരുന്ന പ്രവർത്തകരോ നേതാക്കളോ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ അതെല്ലാം പാർട്ടിയുടെ കുഴപ്പമാണ് എന്ന് പറയാൻ കഴിയില്ല. പാർട്ടിക്ക് സുതാര്യമായ നടപടികൾ സ്വീകരിക്കാനാണ് കഴിയുക. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീങ്ങി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. അല്ല, ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് താങ്കൾക്ക് അത് ചോദിക്കേണ്ടത്? നിങ്ങൾ ചോദിക്കേണ്ടത് കോൺഗ്രസ്സുകാരോടല്ലോ. ഞങ്ങൾ കേരളത്തിലും കേന്ദ്രത്തിലും അധികാരത്തിലുള്ള പാർട്ടി അല്ലല്ലോ അഭിലാഷേ. അല്ല, പക്ഷേ അഡ്വക്കേറ്റ് അനിൽ ബോസ്, താങ്കൾക്ക് അറിയാമല്ലോ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം ആണ്. ആ കേസിന്റെ മെറിറ്റ് എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ മാധ്യമപ്രവർത്തകർക്ക് ഇതേ വാർത്തയിൽ നിൽക്കേണ്ടി വരുന്നത് അദ്ദേഹം ഒരു ജനപ്രതിനിധി ആയതുകൊണ്ടും നിയമത്തിന് മുന്നിലേക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിലേക്ക് എത്താത്തത് കൊണ്ടുമാണല്ലോ. അവിടെ അങ്ങനെയൊരു നീക്കം അത് ബോധപൂർവമായി മിസ്റ്റർ അഭിലാഷ്, നിങ്ങൾ അത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കുക. അയാൾക്ക് എന്താ പണിയെന്ന് ചോദിക്കുക. അല്ല, ഇന്നലെ ആഭ്യന്തരമന്ത്രി അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകൻ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ഒരു കേസിൽ പ്രതിയായി നിൽക്കുന്നു. വ്യാപകമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പോലും ദിവസം 2 ആഴ്ച കഴിഞ്ഞിട്ടും അയാളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ച് വേറെ പണിക്ക് പോകാൻ പറ. മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വേറെ ആണുങ്ങളെ കസ്റ്റഡിയിലിരുന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ. റൈറ്റ്, രാജിവെച്ച് പുറത്തു പോകണം, അതിന് പോലും ശേഷിയില്ല എന്നാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്നത് രാഹുൽ മാങ്കൂട്ടം തന്റെ സാഹചര്യത്തെ കൂടുതൽ സേഫ് ആക്കുവാനുള്ള നീക്കങ്ങൾ തുടരുന്നു എന്ന് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, നമ്മൾ മറ്റൊരു കേസ് കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു പരാതിക്കാരി ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴിതാ സെഷൻസ് കോടതിയിൽ 2ാമത്തെ കേസിലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഡാൻ കുര്യൻ ചേരും വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, ഇതാ നിർണായകമായ നീക്കം വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നീക്കവും ഉണ്ടാകാം. അറസ്റ്റ് എന്നതിനു വേണ്ടി അടുത്ത കേസിനെ അടിസ്ഥാനപ്പെടുത്താം. പക്ഷെ അപ്പോഴും വലിയ സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്നില്ല. കാരണം ഇവിടെ കൃത്യമായി ഒരു അതിജീവിത ഉണ്ടായിരുന്നു, കൃത്യമായ ഒരു പരാതി ഉണ്ടായിരുന്നു, തെളിവുകളടക്കം ഹാജരാക്കിയ പശ്ചാത്തലമുണ്ടായിരുന്നു. ആ കേസിൽ ആണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ സെഷൻസ് കോടതിയിലേക്ക് എത്തുമ്പോൾ വളരെ കൃത്യമായ ഒരു പരാതിക്കാരി ഉണ്ടോ എന്ന ചോദ്യം ഉയർന്നു വരില്ലേ? ഒരു പരാതിക്കാരി രേഖാമൂലമുള്ള പരാതി പോലീസ് സംവിധാനത്തിന് നൽകാത്തത് കൊണ്ടും രാഹുലിനെ അറസ്റ്റെങ്കിലും തടയുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയല്ലേ അവരുടെ അഭിഭാഷകർ പ്രതീക്ഷിക്കുന്നത്? ഡാൻ, അഭിലാഷ, വരുന്ന 10 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയുടെ വിധി ആദ്യത്തെ കേസിൽ ആശ്വാസകരമാണ്. പക്ഷേ അതിൽ പൂർണ്ണത വരണമെങ്കിൽ 2ാമത്തെ കേസിൽ തുടർ നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിലും ഒരു നടപടിക്ക് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു മുഴം മുന്നേറിയുന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം രാഹുലിന്റെ അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ കേസിൽ ഇതുവരെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ 2 ഉദ്യോഗസ്ഥർ, അന്വേഷണ സംഘത്തിലെ 2 ഉദ്യോഗസ്ഥർ ഈ ഇരയായ യുവതിയുമായി, രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്ന യുവതിയുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ ഫോണിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച്
ഉദ്യോഗസ്ഥരോട് ഈ പരാതിയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം അവർക്ക് വ്യക്തിപരമായ ചില അസൗകര്യങ്ങളും അതോടൊപ്പം മറ്റ് ചില ബുദ്ധിമുട്ടുകളും ഉള്ളതിനാൽ കുറച്ച് ദിവസം സാവകാശം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ സാവകാശം നൽകാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഒരുപക്ഷെ ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ അതുവരെ ഒരു തിടുക്കത്തിൽ ഒരു നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുന്നത് തടയാനായിട്ടാണ് അദ്ദേഹം അഭിഭാഷകൻ മുഖേന ഇപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ രണ്ടാമത്തെ കേസിൽ കൂടി മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നത്. ഒരുപക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു തീരുമാനം നിലവിലെ സാഹചര്യത്തിൽ കോടതിയിൽ നിന്ന് ഉണ്ടാകാനാണ് നിലവിൽ സാധ്യത. അതേസമയം ഒരു മറ്റെന്തെങ്കിലും ഒരു കടുത്ത നീക്കത്തിന് നിലവിൽ നിയമപരമായി സാധ്യതയില്ല എന്നാണ് നമുക്ക് നിയമവിദഗ്ധരുടെ ഉൾപ്പെടെ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്റെ നില വളരെ സേഫ് ആക്കാനായിട്ടുള്ള ഒരു നീക്കം ചടുലമായ വേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. യെസ്, അതാണ്